ഒരു തണുത്ത ശരത്കാല രാവിലെ നഗരം മുഴുവൻ നേർത്ത മഞ്ഞിൽ പൊതിഞ്ഞിരിക്കുകയാണ്. തെരുവുകൾ ഏതാണ്ട് ശൂന്യം. മുൻ ദിവസത്തെ മഴയിൽ നനഞ്ഞ നടപ്പാതകൾ ഇപ്പോഴും നനവ് പിടിച്ചു നിൽക്കുന്നു. എല്ലാം ശാന്തം, എപ്പോഴും ഉള്ള പോലെ. ഈ ചെറിയ നഗരത്തിൽ വലിയ സംഭവങ്ങൾ ഒന്നും നടക്കാറില്ല. അയൽക്കാരുടെ ചെറിയ തർക്കങ്ങൾ, ഇടയ്ക്ക് ഒരു ട്രാഫിക് അപകടം, ഇതൊക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന സാധാരണ പരാതികൾ. പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ഹെൻറി കോഫി കുടിച്ചുകൊണ്ട് തെരുവിലേക്ക് അലസമായി നോക്കി നിൽക്കുകയാണ്. മാഡിസൺ കാറിന്റെ സീറ്റിൽ ഇരുന്ന് കുറച്ച് പേപ്പറുകൾ മറിച്ചു നോക്കുന്നു. അവളുടെ ശ്രദ്ധ മുഴുവൻ അതിൽ. പെട്ടെന്ന് ഹെൻറിയുടെ കണ്ണുകൾ എന്തിലോ ഉടക്കുന്നു. ഒരു പൂച്ച, ചാരനിറത്തിലുള്ള രോമവും ആഴമുള്ള എന്തോ പറയാൻ ശ്രമിക്കുന്ന പോലുള്ള കണ്ണുകളുമുള്ള ഒരു പൂച്ച. ഇവനെ ഇവിടെ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പക്ഷേ ആർക്കും ഇവന്റെ ഉടമസ്ഥൻ ആരാണെന്ന് അറിയില്ല. ചിലപ്പോൾ വന്ന് നിശബ്ദമായി അലഞ്ഞ് പിന്നെ അപ്രത്യക്ഷമാകും, ഒരു പ്രേതം പോലെ. ഇന്ന് എന്തോ വ്യത്യസ്തമാണ്. പൂച്ചയുടെ നടപ്പിന് ഒരു ഉദ്ദേശ്യം ഉള്ള പോലെ തോന്നുന്നു. പെട്ടെന്ന് അവൻ ഒരു ഉച്ചത്തിൽ കരയുന്നു. ആ ശബ്ദം തെരുവിൽ മുഴങ്ങുന്നു, ഒരു സഹായത്തിനുള്ള വിളി പോലെ. ഹെൻറി കുനിഞ്ഞി കൈ നീട്ടുന്നു, പക്ഷേ പൂച്ച അടുത്തേക്ക് വരുന്നില്ല. പകരം പിന്നോട്ട് ചാടി അവരെ തുറച്ചു നോക്കി. വീണ്ടും ഒരു കരച്ചിൽ. ഇപ്പോൾ മാഡിസണും ശ്രദ്ധിക്കുന്നു. ആ കണ്ണുകളിൽ ഒരു തീവ്രത ഉണ്ട്, ഒരു ഹിപ്നോട്ടിക് ലുക്ക്. ഹെൻറിക്ക് തോന്നുന്നു ഈ പൂച്ച എന്തോ കാണിക്കാൻ ശ്രമിക്കുകയാണ്. മാഡിസൺ ആദ്യം അതിനെ വെറുതെ ഒരു പൂച്ചയുടെ പെരുമാറ്റമായി കരുതുന്നു. പക്ഷേ പൂച്ച വീണ്ടും കരഞ്ഞ് തിരിഞ്ഞ് തെരുവിലൂടെ നടക്കാൻ തുടങ്ങുന്നു. ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നു, അവർ പിന്തുടരുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ. ഹെൻറി ഒട്ടും ആലോചിക്കാതെ എഴുന്നേൽക്കുന്നു, മാഡിസനെ വിളിക്കുന്നു. മാഡിസൺ പേപ്പറുകളിലേക്ക് ഒന്ന് നോക്കി, പിന്നെ ഒരു നെടുവീർപ്പോടെ എഴുന്നേൽക്കുന്നു. രണ്ടുപേരും പൂച്ചയെ പിന്തുടരാൻ തുടങ്ങുന്നു. നഗരത്തിന്റെ ശാന്തമായ തെരുവുകളിലൂടെ പൂച്ച ഒരു ലക്ഷ്യത്തോടെ നടക്കുന്നു. ആകാശത്ത് ഇരുണ്ട മേഘങ്ങൾ കൂടി വരുന്നു. അന്തരീക്ഷം ഒരു വല്ലാത്ത ഭാരം നിറഞ്ഞതായി തോന്നുന്നു. തെരുവ് വിളക്കുകളുടെ വെളിച്ചം മിന്നിമറയുന്നു, ഒരു അസ്വസ്ഥത പടർത്തുന്നു. പൂച്ച അവരെ ഇടുങ്ങിയ വഴികളിലൂടെ, ശ്രദ്ധിക്കപ്പെടാത്ത പാതകളിലൂടെ, ഒടുവിൽ ഒരു പഴയ ഉപേക്ഷിക്കപ്പെട്ട വെയർഹൗസിന് മുന്നിൽ എത്തിക്കുന്നു. ഇവിടെ എല്ലാം ഒരു മരണമൗനത്തിൽ മുങ്ങിയിരിക്കുന്നു. വെയർഹൗസിന്റെ വാതിൽ തുരുമ്പിച്ച് ചങ്ങലകൾ പഴകിയതാണ്. പൂച്ച വാതിലിൻ മുന്നിൽ നിന്ന് ഇതുവരെ കേൾക്കാത്ത ഒരു ആകുലമായ കരച്ചിൽ പുറപ്പെടുവിക്കുന്നു. മാഡിസന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങുന്നു. ഹെൻറിക്ക് തോന്നുന്നു ഇവിടെ എന്തോ ശരിയല്ല, എന്തോ കണ്ടെത്താൻ പോകുകയാണ്. മാഡിസൺ ഒന്ന് മടിക്കുന്നു, പക്ഷേ വാതിലിന്റെ ചങ്ങല ശ്രദ്ധിക്കുന്നു. അത് തുരുമ്പിച്ചതാണെങ്കിലും അടുത്തിടെ ആരോ അഴിച്ചതിന്റെ ലക്ഷണങ്ങൾ ഉണ്ട്. ഹെൻറി വാതിൽ പതിയെ തുറക്കുന്നു. ഒരു ദുർഗന്ധം അവരെ എതിരേറ്റു, ഒപ്പം ഒരു അസ്വസ്ഥതയും. പൂച്ച ഒട്ടും മടിക്കാതെ അകത്തേക്ക് കയറുന്നു. ഹെൻറിയും മാഡിസണും ഫ്ലാഷ് ലൈറ്റ് തെളിച്ച് അവനെ പിന്തുടരുന്നു. വെയർഹൗസിന്റെ ഉൾവശം ഇരുട്ട് നിറഞ്ഞതാണ്. പൊടി പിടിച്ച ബോക്സുകൾ, തകർന്ന ഫർണിച്ചറുകൾ, ചിലന്തിവലകൾ, എല്ലാം ഒരു ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. പെട്ടെന്ന് ഒരു ശബ്ദം. വെയർഹൗസിന്റെ പിന്നിൽ നിന്ന് എന്തോ അനങ്ങുന്ന പോലെ. ഹെൻറി ഫ്ലാഷ് ലൈറ്റ് ആ ദിശയിലേക്ക് തിരിക്കുന്നു. മാഡിസന്റെ ശബ്ദം വിറയ്ക്കുന്നു, അവർ തനിച്ചല്ലെന്ന് തോന്നുന്നു. പൂച്ച ഒരു ഇരുണ്ട മൂലയിലേക്ക് നടക്കുന്നു, അവർക്ക് പിന്നാലെ പോകാൻ ആംഗ്യം കാണിക്കുന്നു. ഒരു ബോക്സിന് മുന്നിൽ എത്തുമ്പോൾ മാഡിസൺ വിറയ്ക്കുന്ന കൈകളോടെ അത് തുറക്കുന്നു. അകത്ത് കുട്ടികളുടെ വസ്ത്രങ്ങൾ, കോട്ടുകൾ, ഷൂസ്, എല്ലാം ആരോ ധൃതിയിൽ ഉപേക്ഷിച്ചതുപോലെ. മാഡിസൺ ഞെട്ടുന്നു. ഇവിടെ എന്തോ ശരിയല്ലെന്ന് ഹെൻറിക്കും തോന്നുന്നു. പെട്ടെന്ന് മറ്റൊരു ശബ്ദം, ഇപ്പോൾ കൂടുതൽ ഉച്ചത്തിൽ, അടുത്തുനിന്ന്. ഒരു ലോഹവാതിലിന്റെ ദിശയിൽ ഫ്ലാഷ് ലൈറ്റ് തെളിച്ചപ്പോൾ ഒരു മൃതദേഹം. ഒരു പുരുഷൻ ദിവസങ്ങളോ ആഴ്ചകളോ ആയി അവിടെ കിടക്കുന്നു. അവന്റെ കയ്യിൽ ഒരു സ്വർണ്ണ പെൻഡന്റുള്ള ചെയിൻ. ഹെൻറി അത് എടുത്തു നോക്കുന്നു, ഒരു ചെറിയ കുരിശ്, എന്തോ പ്രാധാന്യമുള്ളതുപോലെ. പൂച്ച മൃതദേഹത്തിന് അടുത്ത് ഇരിക്കുന്നു, അവന്റെ കണ്ണുകൾ ഒരു രഹസ്യം വഹിക്കുന്ന പോലെ. പെട്ടെന്ന് പുറത്തുനിന്ന് കനത്ത കാൽപ്പാടുകളുടെ ശബ്ദം. ആരോ വരുന്നു. ഹെൻറിയും മാഡിസണും ഫ്ലാഷ് ലൈറ്റ് ഓഫ് ചെയ്ത് ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്ക് നീങ്ങുന്നു. പക്ഷേ പൂച്ച മൃതദേഹത്തിന് അടുത്ത് തന്നെ ഇരിക്കുന്നു. അവന്റെ ദൗത്യം ഇനിയും തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഒരു ഉയരമുള്ള മനുഷ്യൻ ഇരുണ്ട വസ്ത്രങ്ങൾ ധരിച്ച് വെയർഹൗസിന്റെ വാതിൽക്കൽ പ്രത്യക്ഷപ്പെടുന്നു. അവന്റെ കയ്യിൽ എന്തോ ഉണ്ട്, പക്ഷേ ഇരുട്ടിൽ വ്യക്തമല്ല. ഹെൻറിയും മാഡിസണും ഒരു ബോക്സിന് പിന്നിൽ ഒളിക്കുന്നു, ശ്വാസം പിടിച്ചു നിൽക്കുന്നു. പെട്ടെന്ന് പൂച്ച ഒരു ഉച്ചത്തിൽ കരയുന്നു. ആ ശബ്ദം വെയർഹൗസിൽ മുഴങ്ങുന്നു. മനുഷ്യൻ ആ ദിശയിലേക്ക് തിരിയുന്നു, പൂച്ചയെ കാണുന്നു. ആ ഒരു നിമിഷം ഹെൻറിയും മാഡിസണും ഓടുന്നു. രാത്രിയുടെ തണുപ്പിൽ അവർ വെയർഹൗസിന്റെ മുറ്റത്തൂടെ ഓടുന്നു. മനുഷ്യന്റെ കാൽപ്പാടുകൾ പിന്നിൽ അടുക്കുന്നു. മരങ്ങളുടെ നിഴലുകൾ അവരെ ഭാഗികമായി മറയ്ക്കുന്നു, പക്ഷേ അപകടം അടുത്താണ്.
ഒരു പഴയ ബോക്സിന്റെ പിന്നിൽ ഒളിച്ച് അവർ ശ്വാസം പിടിച്ചു നിൽക്കുന്നു. മനുഷ്യൻ തോക്ക് കയ്യിൽ പിടിച്ച് മുറ്റത്ത് തിരയുന്നു. പെട്ടെന്ന് വെയർഹൗസിൽ നിന്ന് പൂച്ചയുടെ മറ്റൊരു കരച്ചിൽ. മനുഷ്യൻ അങ്ങോട്ട് തിരിയുന്നു. ഒരു നിമിഷം മടിച്ച് വെയർഹൗസിലേക്ക് തിരികെ പോകുന്നു. ആ ഒരു നിമിഷം ഹെൻറിയും മാഡിസണും ഓടുന്നു. അവർക്ക് തോന്നുന്നു ഈ പൂച്ച വെറും ഒരു പൂച്ചയല്ല, എന്തോ അവരെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവർക്ക് അറിയാം, ഇത് തുടക്കം മാത്രമാണ്. അവർ വെയർഹൗസിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിക്കുന്നു, കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ. ഒരു ചെറിയ തകർന്ന ജനാലയിലൂടെ അവർ അകത്ത് കയറുന്നു. ഉള്ളിൽ പഴയ ഷെൽഫുകളും തുരുമ്പിച്ച ഉപകരണങ്ങളും ഒരു ദുർഗന്ധവും. മാഡിസൺ ഒരു ഇരുമ്പ് കാബിനറ്റ് കണ്ടെത്തുന്നു. ഒരു ഇരുമ്പ് വടി ഉപയോഗിച്ച് അവൾ അത് തുറക്കുന്നു. ഉള്ളിൽ പേര്, തീയതി, ഫോട്ടോകൾ എന്നിവയുള്ള പഴയ ഫോൾഡറുകൾ. അവർ ഫോൾഡറുകൾ തുറന്നു നോക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ കാണുന്നു. കാണാതായ കുട്ടികളുടെ വിവരങ്ങൾ, ഫോട്ടോകൾ, തീയതികൾ. മാഡിസന്റെ കണ്ണുകൾ നനയുന്നു. ഈ കുട്ടികൾ മാസങ്ങളായി കാണാതായവരാണ്. ആരും ഒന്നും ചെയ്തിട്ടില്ല. പെട്ടെന്ന് വീണ്ടും കാൽപ്പാടുകൾ. മനുഷ്യൻ തിരിച്ചെത്തിയിരിക്കുന്നു. മാഡിസൺ ഫോൾഡറുകൾ വേഗം എടുക്കുന്നു. അവർ പുറത്തേക്ക് ഓടുന്നു. പക്ഷേ പെട്ടെന്ന് പൂച്ച ഇരുണ്ട ഒരു മൂലയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവന്റെ കണ്ണുകൾ ശാന്തമാണ്, ഒരു മാർഗനിർദ്ദേശം നൽകുന്ന പോലെ. അവർ പുറത്തേക്ക് ഓടുന്നു. വാതിൽ തുറക്കുമ്പോൾ ലോഹത്തിന്റെ ശബ്ദം മുഴങ്ങുന്നു. മനുഷ്യൻ അത് കേൾക്കുന്നു. തോക്ക് ഉയർത്തുന്നു. വെടിയൊച്ചകൾ മുഴങ്ങുന്നു. പക്ഷേ അവർ ഇരുട്ടിൽ മറയുന്നു. ഓടുന്നതിനിടയിൽ മാഡിസൺ ഫോൾഡറുകളിലെ ഒരു ഫോട്ടോ കാണുന്നു. ഇസബെല്ല എന്ന പെൺകുട്ടി, 3 മാസം മുമ്പ് കാണാതായവൾ. അവളുടെ കുടുംബം നിരാശയിൽ ആയിരുന്നു. ആരും അവരെ സഹായിച്ചില്ല. ഹെൻറിക്ക് തോന്നുന്നു ഇതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. അവർ തീരുമാനിക്കുന്നു ഈ തെളിവുകൾ ലോകത്തിന് മുന്നിൽ കൊണ്ടുവരണം. അവർ ഒരു പ്രാദേശിക പത്രാധിപന്റെ അടുത്തേക്ക് പോകുന്നു. നഗരത്തിന്റെ ശാന്തമായ തെരുവുകളിലൂടെ അവർ ജാഗ്രതയോടെ നടക്കുന്നു. പൂച്ച അവരെ പിന്തുടരുന്നു, ഒരു നിഴൽ പോലെ. പത്രാധിപന്റെ ഓഫീസിൽ അവർ ഫോൾഡറുകൾ കാണിക്കുന്നു. പത്രാധിപൻ ആദ്യം സംശയിക്കുന്നു, പക്ഷേ ഫോൾഡറുകൾ കണ്ടു ഞെട്ടുന്നു. ഇതൊരു സാധാരണ വാർത്തയല്ല, ഒരു വലിയ കുറ്റകൃത്യത്തിന്റെ തെളിവാണ്. അവൻ സഹായിക്കാൻ തീരുമാനിക്കുന്നു, പക്ഷേ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓഫീസിന് പുറത്ത് മാഡിസൺ ജനാലയിലൂടെ നോക്കുമ്പോൾ പൂച്ചയെ കാണുന്നു. അവന്റെ കണ്ണുകൾ ചന്ദ്രവെളിച്ചത്തിൽ തിളങ്ങുന്നു, ഒരു ആശ്വാസം നൽകുന്ന പോലെ. ഹെൻറി പൂച്ചയെ തലോടുന്നു, ഒരു നന്ദി പോലെ. അവർ തിരിച്ച് വെയർഹൗസിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു, കൂടുതൽ തെളിവുകൾക്കായി. വെയർഹൗസിൽ എല്ലാം ഇരുട്ടിൽ മുങ്ങിയിരിക്കുന്നു. അവർ ശ്രദ്ധയോടെ നീങ്ങുന്നു. പെട്ടെന്ന് ഒരു മങ്ങിയ ശബ്ദങ്ങൾ. പൂച്ച ഒരു വാതിലിന് നേർക്ക് ഓടുന്നു. അവർ വാതിൽ തുറക്കുമ്പോൾ 3 പുരുഷന്മാർ ഒരു മേശയ്ക്ക് ചുറ്റും പേപ്പറുകളും ഫോട്ടോകളും നോക്കുന്നു. അവിടെ ഇസബെല്ലയുടെ ഫോട്ടോ. മനുഷ്യന്മാർ തങ്ങളുടെ തെളിവുകൾ ആരോ എടുത്തെന്ന് ദേഷ്യത്തോടെ സംസാരിക്കുന്നു. പെട്ടെന്ന് പൂച്ച മധ്യത്തിലേക്ക് നടന്ന് കരയുന്നു. മനുഷ്യന്മാർ ഞെട്ടുന്നു. ആ നിമിഷം ഹെൻറിയും മാഡിസണും ഓടുന്നു. അവർ പോലീസിനെ വിളിക്കുന്നു. മണിക്കൂറുകൾക്ക് ശേഷം പോലീസ് എത്തുന്നു. വെയർഹൗസിലെ തെളിവുകൾ പിടിച്ചെടുക്കുന്നു. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നു. കേസ് പരിഹരിക്കപ്പെടുന്നു. കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുന്നു. പക്ഷേ ഹെൻറിക്കും മാഡിസണും ഒരു ചോദ്യം ബാക്കി. ഈ പൂച്ച എങ്ങനെ ഇത്രയും കൃത്യമായി അവരെ നയിച്ചു? മാഡിസൺ പൂച്ചയെ ഒരു അവസാന തവണ തലോടുന്നു. അവൻ തിരിഞ്ഞ് രാത്രിയിലേക്ക് നടന്ന് അപ്രത്യക്ഷമാകുന്നു. വാർത്തകൾ പരക്കുന്നു. ഹെൻറിയുടെയും മാഡിസന്റെയും ധൈര്യത്തെ എല്ലാവരും പ്രശംസിക്കുന്നു. പക്ഷേ മാഡിസൺ യഥാർത്ഥ ഹീറോ ആ പൂച്ചയാണ്. ആഴ്ചകൾക്ക് ശേഷം അവർ ഒരു ഷെൽട്ടറിൽ നിന്ന് ഒരു പൂച്ചയെ ദത്തെടുക്കുന്നു. അവന്റെ കണ്ണുകൾ ആ നിഗൂഢ പൂച്ചയുടെ കണ്ണുകളെ ഓർമ്മിപ്പിക്കുന്നു. ജീവിതം മുന്നോട്ട് പോകുന്നു, പക്ഷേ ആ പൂച്ച ഒരു ധൈര്യത്തിന്റെയും പ്രചോദനത്തിന്റെയും പ്രതീകമായി അവരുടെ മനസ്സിൽ എന്നും നിൽക്കുന്നു.